ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ നാളായല്ലേ ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് അത് തന്നെ ആവാം. വേറൊന്നുമല്ല, ഓയിൽ പേസ്റ്റൽസ് നമുക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ബ്ലെൻഡ് ചെയ്ത് ഏത് മെത്തേഡും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതിൽ 4 മെത്തേഡാണ് കാണിക്കുന്നത്. ഞാൻ ക്യാമലിൻ്റെ ഈ 25 ഷെയ്ഡിൻ്റെ ഇതാണ് എടുത്തത്, ഓയിൽ പേസ്റ്റിലാണ് എടുത്തത്. അത് ഞാൻ പല ചാനലിലും കണ്ടിട്ടുണ്ട്, പല യൂട്യൂബേഴ്സും ഇങ്ങനെ പറയുന്നത് ഇതുപോലെ കട്ടിയായിട്ട് നമ്മൾ തിക്കായിട്ട് ഓയിൽ പേസ്റ്റിൽസ് യൂസ് ചെയ്യണം, അപ്പോഴാണ് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ ഈ മെത്തേഡ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. അത് വേറെ ഒന്നുമില്ല, അത് കണ്ടു ഇച്ചിരി സ്ഥലം ചെയ്തപ്പോൾ തന്നെ അത്രയും ഓയിൽ പേസ്റ്റിൽസ് തീർന്നു. അതുപോലെ തന്നെ നമ്മളിത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ ഇളകി വരും. കാരണം നമ്മുടെ മെഴുക് പോലെ തന്നെയാണ് ഇത് പേപ്പറിലോട്ട് തേച്ച് പിടിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റഫ് പേപ്പർ ഉപയോഗിക്കണം അതിനായിട്ട്. പിന്നെ അത് ഇത്രയും കട്ടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെഴുക് ഇളകി വരുന്ന പോലെ ഇളകി വരികയും ചെയ്യും. ഞാനിപ്പോൾ പുതിയതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം 4 സൈഡിലും ഞാൻ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ്, അതായത് നമ്മുടെ മാസ്കിംഗ് ടേപ്പ് വാങ്ങാൻ കിട്ടും. ഇത് ബോർഡർ നന്നായി നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെടുത്തിട്ട് ഞാൻ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഞാൻ ഈ യെല്ലോ റെഡ് ആ ഒരു തീമിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഈ ചെയ്യുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ കയ്യിൽ പ്രയോഗിക്കുന്ന പ്രഷറിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്യാതെ, ഞാനിപ്പോൾ സ്പീഡിൽ വീഡിയോ ഇട്ടേക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഓവർ പ്രഷർ ചെയ്യാൻ പാടില്ല കയ്യിൽ. നമ്മുടെ കൈ ലൂസായിട്ട് തന്നെ ചെയ്യുക, പക്ഷേ അടുപ്പിച്ച് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ആ വൈറ്റ് പേപ്പർ കാണത്തതുമില്ല, ഒരുപാട് എമൗണ്ട് ക്വാണ്ടിറ്റി ഓയിൽ പേസ്റ്റിൽ നമ്മുടെ പേപ്പറിലാവത്തതുമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ആവാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ലെയറായിട്ട് ചെയ്യണം. അത് ഞാൻ അടുത്ത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ കീറിയെടുക്കുക, എന്നിട്ട് ഇത് ചുരുട്ടിയിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നല്ല സ്മൂത്തായിട്ട് നല്ല ഫിനിഷിങ്ങോടെ ബ്ലെൻഡായി കിട്ടുകയും ചെയ്യും. ലാർജ് ഏരിയാസൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ഇതാണ് കുറച്ചുകൂടെ ഈസിയസ്റ്റ് മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഞാനിങ്ങനെ കാണിക്കുന്നത് ബ്ലൂവിൻ്റെ പല ഷെയ്ഡുകളാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൂവിൻ്റെ ഷെയ്ഡെല്ലാം എടുക്കുക. കഴിഞ്ഞതിൽ ഞാൻ മുകളിൽ നിന്നാണ് ഡാർക്ക് ഷെയ്ഡ് തുടങ്ങി, ഇപ്പം ഞാൻ താഴേന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു കളർ അടിക്കുക, അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ വേറെ കളർ പോലെ ഇത് വേറിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഓവർലാപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഞാൻ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ ആദ്യം ഒരു കളർ അടിക്കുക, നമ്മൾ അടിക്കേണ്ട അത്രയും സ്ഥലത്ത് അത് നോർമലായിട്ട് അടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് ഇതുപോലെ ഇച്ചിരി ലൈറ്റായിട്ട് ഷെയ്ഡ് കൊടുക്കണം. അത് വേറെ ഒന്നിനല്ല, ഓവർലാപ്പ് ചെയ്യാനാണ്. എന്നിട്ട് ആ ലൈറ്റായിട്ട് കൊടുത്തതിന് മുകളിൽ കൂടെ വേണം അടുത്ത കളർ സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഓവർലാപ്പ് ചെയ്യാനായിട്ട് അവിടെ ഒരു മതിൽ പോലെ 2 കളറായിട്ട് നിൽക്കരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഓവർലാപ്പ് ചെയ്ത് വേണം നമ്മൾ ഓരോ കളറും ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം ആ ബോർഡർ ലൈൻ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു 2 കളറൂടെ ചേർന്നിട്ടുള്ളൊരു ടെക്സ്ചറായിരിക്കും കിട്ടുന്നത്. രണ്ടാമത് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഇതുപോലെ ഇയർബഡ്സ് ആണ്. ഇയർബഡ്സ് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. ഇയർബഡ്സ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഇത് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നല്ല സ്മൂത്തായിട്ട് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബ്ലെൻഡായി കിട്ടും. പിന്നെ ഈ കുഞ്ഞു ഏരിയാസിൽ ബ്ലെൻഡ് ചെയ്യാൻ ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇയർബഡ്സ് ആണ്. നല്ല കോട്ടൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ബ്ലെൻഡായും കിട്ടും. കുഞ്ഞു ഏരിയാസ് നമുക്ക് ഇതുപോലെ ബോർഡർ ലൈനൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ ഗ്രീനിൻ്റെ ഷെയ്ഡാണ് എടുത്തത്. പിന്നെ ബ്ലെൻഡിങ് സ്റ്റാമ്പാണ് ടൂളായിട്ട് എടുത്തിട്ടുള്ളത്. ബ്ലെൻഡിങ് സ്റ്റാമ്പ് എടുക്കുമ്പോൾ ഞാൻ കാണിച്ച പോലെ നല്ല ക്ലീനായിട്ട് വേണം ബ്ലെൻഡിങ് സ്റ്റാമ്പ് ഇരിക്കാൻ. കാരണം ഓയിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ച് എന്തെങ്കിലും വർക്ക് ചെയ്തതിൻ്റെയൊക്കെ ഇതുണ്ടെങ്കിൽ അതിനകത്ത് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടാണ് നിങ്ങൾ ബ്ലെൻഡിങ് സ്റ്റാമ്പ് എടുക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ബ്ലെൻഡിങ് സ്റ്റാമ്പ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അതിന് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന്. ഇതുപോലെ ഗ്രീനിൻ്റെ പല ഷെയ്ഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലെൻഡിങ് സ്റ്റാമ്പ് വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡിങ് സ്റ്റാമ്പ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒന്നുമല്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുമില്ല. കാരണം എനിക്ക് വലിയ ഇത് ബ്ലെൻഡായി കിട്ടും, പക്ഷേ എന്നാലും എനിക്ക് വലിയ ഫേവറേറ്റായിട്ട് തോന്നിയിട്ടില്ല. ഇതിന് പകരം നമുക്ക് ഇയർബഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, കോട്ടൺ ഉള്ളതുകൊണ്ടായിരിക്കണം. പിന്നെ ഞാൻ അടുത്ത ലെയർ എടുത്തിരിക്കുന്നത് പിങ്ക്, പർപ്പിൾ അങ്ങനെയുള്ള ഷെയ്ഡുകളുടെയൊക്കെയാണ്.
അത് വെച്ചിട്ട് ഞാൻ ദേ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയാണോ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തത് ആ ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്കർ ഷെയ്ഡിലേക്ക് വേണം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാൻ. അല്ലെങ്കിൽ നമ്മൾ ഡാർക്കർ ഷെയ്ഡിൽ നിന്ന് ലൈറ്റർ ഷെയ്ഡിലേക്ക് ബ്ലെൻഡ് ചെയ്താൽ മറ്റേതിൻ്റെ ഇത് അതിൽ പറ്റാൻ ചാൻസ് ഉണ്ട്. അതായത് അതുപോലെ നമ്മൾ ഇത് ഓയിൽ പേസ്റ്റിൽ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, അതിലൊന്നും പറ്റിയിട്ടില്ല. എന്താ ഇതുപോലെ കണ്ടോ, എൻ്റെ ഇതിൽ കറുപ്പ് കളർ പറ്റിയിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ പേപ്പറിൽ പറ്റും. പിന്നെ ഞാൻ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമില്ല, കൈയാണ്, നമ്മുടെ വിരലാണ്. വിരൽ യൂസ് ചെയ്തിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത മെത്തേഡാണിത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ബ്ലെൻഡാക്കി കിട്ടും, പക്ഷെ കുറച്ച് സമയം ചെയ്യുമ്പോൾ തന്നെ കൈവേദന എടുക്കുകയും ചെയ്യും. അതുപോലെ എന്താ പറയുന്നത്, കൈ ഫുള്ള് അഴുക്കാവുകയും ചെയ്യും. എന്നിട്ട് ഞാൻ മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്യും. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് എവിടെയെങ്കിലും സ്മൂത്ത് സർഫസിൽ 2-3 വട്ടം ഒട്ടിച്ചതിന് ശേഷം പേപ്പറിൽ ഒട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ പശ കുറച്ച് കുറഞ്ഞിരിക്കുന്നത് ഇതുപോലെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അടുത്ത ഇനി കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.